കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 1, 35 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരിൽ 2 പേരോടുകൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ടു. അവൻ പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. അവൻ പറഞ്ഞത് കേട്ട് ആ 2 ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവർ തൻ്റെ പിന്നാലെ വരുന്നത് കണ്ട് ചോദിച്ചു, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? അവർ ചോദിച്ചു, റബി, ഗുരു എന്നാണ് ഇതിനർത്ഥം. അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? അവൻ പറഞ്ഞു, വന്നു കാണുക. അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോടുകൂടെ താമസിക്കുകയും ചെയ്തു. അപ്പോൾ ഏകദേശം 10-ാം മണിക്കൂർ ആയിരുന്നു. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച ആ 2 പേരിൽ ഒരുവൻ ശിമയോൻ പത്രോസിന്റെ സഹോദരൻ അന്ത്രയോസ് ആയിരുന്നു. അവൻ ആദ്യമേ തൻ്റെ സഹോദരനായ ശിമയോനെ കണ്ട് അവനോട്, ഞങ്ങൾ മിശിഹായെ, ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞു. അവനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. യേശു അവനെ നോക്കി പറഞ്ഞു, നീ യോഹന്നാന്റെ പുത്രനായ ശിമയോനാണ്. കേപ്പ, പാറ എന്ന് നീ വിളിക്കപ്പെടും. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വായനകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തോട് ചേർന്ന് നിന്ന് ഈ ലോക ജീവിതം നയിക്കുവാൻ, മരണാനന്തരം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുഖം കണ്ട് ആനന്ദത്തിൽ വസിക്കുവാൻ നമ്മെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. ഈ വായനകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഈ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ലോക ജീവിതവും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും സുന്ദരമാക്കാൻ പറ്റും എന്നുള്ളത് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുക. ഇതിനേറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യം ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മളെ പഠിപ്പിക്കുകയാണ്: വ്യക്തിപരമായ ദൈവാനുഭവം. ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് ദൈവത്തെ അനുഭവിച്ച വ്യക്തി, യേശുക്രിസ്തുവിനെ വഹിക്കുന്ന ഒരു വ്യക്തി. വ്യക്തിപരമായ അനുഭവം, ദൈവാനുഭവം നമുക്കുണ്ടെങ്കിൽ ആരും നമ്മുടെ പുറകെ നടന്ന് നമ്മളെ കറക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതല്ലെങ്കിൽ നമ്മെ ശിക്ഷിക്കാനും ശാസിക്കാനും ഒരാൾ പുറകെ വരേണ്ട കാര്യമില്ല. നമ്മുടെ ഉള്ളിൽ ആ ദൈവാനുഭവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് പാപം ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 18 പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൽ നിന്ന് ജനിച്ചവർക്ക് പാപം ചെയ്യാൻ പറ്റില്ല. ദൈവപുത്രൻ അവരെ സംരക്ഷിക്കുന്നു, സാത്താന് അവരെ തൊടാൻ പോലും പറ്റില്ല. പറയുകൊണ്ട് ഈ ഒരു അനുഭവത്തിലേക്ക്, യേശുവിൻ്റെ സ്വന്തമാകുന്ന അനുഭവത്തിലേക്ക്, യേശുവിനെ സ്വന്തമാക്കിയ അനുഭവത്തിലേക്ക് ഉയരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിന് ഏറ്റവും കൂടുതൽ വില നമ്മൾ കൊടുക്കണം. നമുക്കറിയാമല്ലോ, നമ്മൾ ചായക്കടയിൽ കയറി ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന പോലെയല്ല ജ്വല്ലറി കടയിൽ പോയിട്ട് കുറച്ച് സ്വർണം വാങ്ങിക്കുന്നത്. ചായക്കടയിൽ കയറി ചായ കുടിച്ച് പോരാനായിട്ട് അധികം ചിലവൊന്നും വരത്തില്ല. പക്ഷെ അതുപോലെയല്ല നമ്മൾ സ്വർണം വാങ്ങിക്കാൻ പോകുന്നത്. അപ്പം ഈ സ്വർണം പോലെ വിലപിടിപ്പുള്ള ഈ ദൈവാനുഭവം നമുക്കുണ്ടാകണമെങ്കിൽ നമ്മളതിന് വില കൊടുക്കാൻ തയ്യാറാകണം. അതുകൊണ്ടാണ് 2 കൊറിന്തോസ് 9-ാം അധ്യായത്തിൻ്റെ 6 മുതൽ വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രമേ കൊയ്യത്തുള്ളൂ. അല്പം വില കൊടുക്കാനേ നമുക്ക് മനസ്സുള്ളെങ്കിൽ അതനുസരിച്ച് നമുക്ക് കിട്ടത്തുള്ളൂ. അധികം വിതയ്ക്കുന്നവർക്ക് അധികം കൊയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഈ ദൈവാനുഭവത്തിന് വില കൊടുക്കണം. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കാണുകയാണ് സ്നാപക യോഹന്നാന്റെ 2 ശിഷ്യന്മാർ. അതിലൊരാള് അന്ത്രയോസ് ആയിരുന്നു, മറ്റേയാൾ തീർച്ചയായിട്ടും യോഹന്നാൻ ആയിരിക്കണം. ഇവിടെ നമ്മൾ കാണുകയാണ് യേശു വരുന്നത് കണ്ടിട്ട് സ്നാപക യോഹന്നാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇത് കേട്ടിട്ട് അവൻ്റെ ശിഷ്യന്മാരായിട്ട് നാളുകളോളം ഉണ്ടായിരുന്ന 2 പേരാണ് അവര് സ്നാപക യോഹന്നാനെ വിട്ടിട്ട് യേശുവിനെ അനുഗമിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമുക്കാർക്കും നമ്മുടെ സ്വന്തം കൈവിട്ടു പോകുന്നത് ഇഷ്ടമല്ല.
നമുക്കാർക്കും നമ്മുടെ സമ്പത്തോ നമ്മുടെ ആരോഗ്യമോ അങ്ങനെ ഒന്നും തന്നെ നമ്മളിൽ നിന്നും വിട്ടുപോകുന്നത് നമുക്കിഷ്ടമില്ല. പറയുണ്ട് അത് നമ്മുടെ തന്നെ സ്വന്തമാക്കി വെക്കാനായിട്ട് ഏത് മാർഗവും സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായെന്ന് വരും. ഇവിടെ നമ്മൾ കാണുകയാണ് സ്നാപക യോഹന്നാന്റെ ആ വലിയ മനോഭാവം. അവൻ വളരണം, ഞാൻ കുറയണം. അതാണ് യോഹന്നാൻ 3:30 വായിച്ചാൽ നമ്മൾ കാണുന്നത്. അവൻ വളരണം, ഞാൻ കുറയണം. ഇത് വലിയൊരു മനോഭാവമാണ്. ഇനി പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്ന മറ്റൊരു വ്യക്തിയുണ്ട്, പൗലോസ് ലീഗ. ഗലാത്യർ 2:20 വായിച്ചാൽ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാനില്ല, യേശുക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. അതെന്തുകൊണ്ടാണ്? അവൻ കുറയുകയും യേശു അവനിൽ വളരുകയും ചെയ്തതുകൊണ്ടാണ് അവസാനം പൗലോസിനും പറയാൻ സാധിച്ചത്, ഞാനില്ല, യേശുക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. മരണം വരെ നമുക്ക് വേണമെങ്കിൽ പ്രാർത്ഥനകൾ നടത്തി പോകാൻ പറ്റും, ബലിയർപ്പണത്തിന് പോകാൻ പറ്റും. പക്ഷേ ഞാൻ കുറയാതെ കണ്ട്, യേശു എന്നിൽ വളരാതെ കണ്ട് അതേ ജീവിതം എനിക്ക് വേണമെങ്കിൽ മുമ്പോട്ട് നയിക്കാൻ പറ്റും. നമ്മുടെ പ്രാർത്ഥന നമ്മെ രൂപാന്തരപ്പെടുത്തണം. നമ്മുടെ പ്രിയങ്കരനായിരുന്ന ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, പ്രയർ ട്രാൻസ്ഫോംസ്. പ്രാർത്ഥന നമ്മെ രൂപപ്പെടുത്തും. എന്നിട്ട് അദ്ദേഹം പറയാണ്, സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന യേശു പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിച്ചാൽ അത് നമ്മുടെ ജീവിതത്തെ സമൂലം മാറ്റിമറിക്കും. എത്രയോ പ്രാവശ്യം നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലിയിട്ടുണ്ട്. എല്ലാ ദിവസവും നമ്മൾ ബലി അർപ്പിക്കുന്നുണ്ടെങ്കിൽ ആ ബലിയുടെ ഭാഗമായിട്ട് നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുന്നവരാണ്. ഈ പ്രാർത്ഥന ചൊല്ലേണ്ടതുപോലെ ചൊല്ലുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ സമൂലം മാറ്റിമറിക്കും എന്നുള്ളത് ഈ വിശുദ്ധൻ പ്രഖ്യാപിച്ച ഒരു കാര്യമാണ്. പറയുണ്ട്, പ്രാർത്ഥന നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തണം, ബലിയർപ്പണം നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തണം. ഈ സ്നാപക യോഹന്നാനിലും പൗലോസ്ലിയായിലും ഒക്കെ കണ്ട ഈ ഒരു കാര്യം, ഈ പ്രക്രിയ നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ നമ്മൾ അനുവദിക്കണം. ഞാൻ കുറയുകയും യേശു എന്നിൽ വളരുകയും ചെയ്യണം. ഇതിനൊരു ആഗ്രഹമില്ലാത്തവരൊരിക്കലും അവസ്ഥയിൽ ചെന്നെത്തത്തില്ല. ഇതിനൊരു പരിശ്രമം നടത്താത്തവർക്ക് അവിടെ എത്താൻ സാധിക്കില്ല എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കണ്ടത് സാമുവേലിന്റെ അവന് വിളി ലഭിക്കുന്നത്, ദൈവവിളി ലഭിക്കുന്ന ഒരു രംഗം നമ്മൾ കാണുകയാണ്. പക്ഷെ അതിന് നമ്മൾ കണ്ടൊരു കാര്യമുണ്ട്, സാമുവേൽ വസിച്ചത് എവിടെയായിരുന്നു? ദേവാലയത്തിൽ. സാമുവേൽ വസിച്ചത് ഹോട്ടലിലല്ല, സാമുവേൽ വസിച്ചത് വ്യഭിചാരശാലയിലല്ല, സാമുവേൽ വസിച്ചത് ദേവാലയത്തിൽ. അതുകൊണ്ട് തന്നെ അവന് ഇപ്രകാരം ഒരു വിളി ലഭിക്കുന്നത് കാണാൻ സാധിക്കും. ദൈവം അവനെ വിളിച്ചു, സാമുവേൽ സാമുവേൽ. അവൻ ആദ്യം വിചാരിച്ചു ഏലി വിളിച്ചതായിരിക്കും, കാരണം സാമുവേൽ വസിച്ചത് ദേവാലയത്തിൽ, പുരോഹിതനായ ഏലി അവിടെ ഉണ്ടായിരുന്നു. ബാലനായ സാമുവേൽ ദൈവത്തിന് ശുശ്രൂഷ ചെയ്തു എന്നാണ് 1 സാമുവേൽ 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുക. അപ്പൊ ആ പ്രായത്തിൽ തന്നെ ദൈവിക ശുശ്രൂഷയിൽ വ്യാപരിച്ച് ആലയത്തിൽ വസിച്ച ഒരു വ്യക്തിയായിരുന്നു സാമുവേൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ദൈവവിളി ലഭിക്കുന്നത് സ്വാഭാവികമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏലിക്ക് മനസ്സിലായില്ല, സാമുവേലിന് മനസ്സിലായില്ല ആരാണ് വിളിച്ചത്. പക്ഷെ പിന്നീട് നമ്മൾ കാണുകയാണ് ഏലിക്ക് മനസ്സിലായി ഇത് ദൈവമാണ് ഈ ബാലനെ വിളിക്കുന്നത്. നമുക്കറിയാലോ, ഒരാള് സെമിനാരി ചേർന്ന് കഴിഞ്ഞാൽ എത്ര വർഷത്തെ ട്രെയിനിങ്. MBBS പോയാലും ഇത്രയും വർഷമൊന്നും വേണ്ട, എത്ര വർഷത്തെ ട്രെയിനിങ്, 13 വർഷമൊക്കെയാണ് ട്രെയിനിങ്. ഇത് കുമ്പസാരിപ്പിക്കാൻ പഠിക്കാൻ വേണ്ടിയോ കുർബാന ചെല്ലാൻ പഠിക്കാൻ വേണ്ടിയോ അല്ല എന്നുള്ളത് നമുക്കറിയാം. അതിനുവേണ്ടി ഇതിനു മാത്രം വർഷങ്ങൾ നമ്മൾ ചെലവഴിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഇതൊരു ഡിസേൺമെന്റ് പ്രോസസ്സാണ്, ദൈവവിളി തിരിച്ചറിയുന്ന ഒരു കാലയളവാണ്. ഇനി അങ്ങനെ ഏലിക്ക് മനസ്സിലായി ഇത് ദൈവമാണ് വിളിക്കുന്നത് എന്ന്. പറയുണ്ട്, സാമുവേലിനോട് പറഞ്ഞു, ഇനി വിളിക്കുകയാണെങ്കിൽ നീ പറയുക, അരുൾ ചെയ്താലും ഇതാ അവിടുത്തെ ദാസൻ ശ്രവിക്കുന്നു. ദൈവവിളി ലഭിക്കുന്നത് ദാസ മനോഭാവമുള്ളവർക്കാണ്. ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ സാധിക്കുന്നത് ദാസ മനോഭാവത്തോടെ ജീവിക്കുന്ന വ്യക്തികൾക്കാണ്. അല്ലാതെ എനിക്കെല്ലാം അറിയാം, എനിക്കാരുടെയും സഹായം വേണ്ട, എനിക്ക് ദൈവം എന്നെ സഹായിച്ചില്ലെങ്കിലും ജീവിക്കാമെന്ന് വിചാരിച്ചു പോകുന്നവർക്കൊന്നും ഇങ്ങനത്തെ ദൈവവിളി ഉണ്ടായെന്ന് വരത്തില്ല. ഇനി ഇവിടെ നമ്മൾ കാണുകയാണ്, ഈ വിളിക്ക് പ്രത്യുത്തരം നൽകുന്ന സാമുവേലിനെ കാണാൻ സാധിക്കും. അങ്ങനെ അവൻ വളർന്നു വന്നു. അവൻ്റെ ജീവിതത്തിലുണ്ടായ വലിയൊരു നേട്ടത്തെക്കുറിച്ച് നമ്മൾ വായിച്ചു കേൾക്കുന്നു. അതാണ് ഇന്നത്തെ ആദ്യ വായനയുടെ അവസാനം നമ്മൾ കേട്ടത്.
സാമുവേൽ വളർന്നു. അവന്റെ വാക്കുകളിൽ ഒന്നുപോലും നഷ്ടപ്പെടാൻ ദൈവം അനുവദിച്ചില്ല. അഭിഷേകമുള്ളവരുടെ ഒരു പ്രത്യേകത, ദൈവവിളി ലഭിച്ചവരുടെ ഒരു പ്രത്യേകത, അവർ പറഞ്ഞാൽ പറയുന്ന കാര്യം നടക്കും. സാമുവേലിന്റെ വാക്കുകളിൽ ഒന്നുപോലും നഷ്ടമാകാൻ ദൈവം അനുവദിച്ചില്ല. നമ്മളൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നടക്കാതെ പോയത് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ കാണാൻ പറ്റും. നമ്മളൊക്കെ പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാതെ പോയത്, നിവർത്തിക്കാതെ പോയത്, എന്തെല്ലാം തീരുമാനങ്ങൾ ഏതെല്ലാം സമയത്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. അതൊക്കെ നിവർത്തിക്കാൻ പറ്റാതെ പോയതിൻ്റെ കണക്കുകൾ നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടം പോലെ കാണാൻ പറ്റും. പക്ഷേ സാമുവേലിന്റെ കാര്യത്തിൽ അങ്ങനെയായിരുന്നില്ല. അവന്റെ വാക്കുകളിൽ ഒന്നുപോലും വ്യർത്ഥമാകാൻ ദൈവം അനുവദിച്ചില്ല എന്നാണ് നാം വായിച്ചു കേട്ടത്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു അഭിഷേകം നമുക്ക് ആവശ്യമാണ്. ദൈവത്തെ അടുത്ത് അനുഗമിക്കാൻ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സംസാരത്തെ സൂക്ഷിക്കുക. നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങളും അധരത്തിലെ വാക്കുകളും ദൈവത്തിന് പ്രീതികരമായിരിക്കണം എന്ന് സങ്കീർത്തകൻ പറഞ്ഞൊരു കാര്യമാണ്. 19-ാമത്തെ സങ്കീർത്തനം 14 വായിച്ച് നമുക്ക് കാണാൻ സാധിക്കും. പറയുണ്ട്, ഈ ഒരു പ്രാർത്ഥന ദിവസേന നമ്മുടെ ഭാഗത്ത് നിന്ന് സ്വർഗത്തിലേക്ക് ഉയരേണ്ടതാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ഹൃദയം ശുദ്ധമായിരിക്കണം, ഹൃദയത്തിലെ ചിന്തകൾ വിശുദ്ധമായിരിക്കണം, എൻ്റെ അധരത്തിലെ വാക്കുകൾ അങ്ങേക്ക് പ്രീതികരമായിരിക്കണം, അത് കേൾക്കുന്നവർക്ക് ഉപകാരപ്രദമായിരിക്കണം. അങ്ങനെയുള്ളവര് വ്യർത്ഥവാക്കുകളൊന്നും പറയില്ല. അവരുടെ സംസാരത്തെ അവർ പ്രത്യേകം ശ്രദ്ധിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ രണ്ടാം വായന ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എടുത്തു പറയുകയാണ്. നമ്മുടെ ഹൃദയം പരിശുദ്ധമായിരിക്കണം, നമ്മുടെ മനസ്സ് പരിശുദ്ധമായിരിക്കണം, നമ്മുടെ ശരീരം പരിശുദ്ധമായിരിക്കണം. ഈ വിശുദ്ധി എടുത്തു കളയുന്ന ഒരു കാര്യമാണ് വ്യഭിചാരം, വേശ്യാവൃത്തി. ഇതൊരു കാരണവശാലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കരുതെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത് നമ്മൾ കേട്ടതാണ് ഇന്നത്തെ രണ്ടാം വായനയിൽ. മറ്റു പാപങ്ങൾ ശരീരത്തിന്റെ പുറത്ത് നടക്കുമ്പോൾ വ്യഭിചാരം ശരീരത്തിൽ തന്നെ സംഭവിക്കുന്നു. ദൈവാത്മാവിന്റെ ആലയമാകേണ്ട നമ്മുടെ ശരീരം അശുദ്ധമാകുന്നു എന്നുള്ളത് പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 1 കൊരിന്തോസ് 3:18 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, വ്യഭിചാരത്തിൽ നിന്ന് ഓടി അകലുക. വ്യഭിചാരത്തിൽ നിന്ന് ഓടി അകലുക. നമുക്കറിയാമല്ലോ, നമ്മള് നല്ല വിഷപ്പാമ്പ്, മൂർക്കം പാമ്പൊക്കെ എഴഞ്ഞ് നമ്മുടെ നേരെ വരുന്നത് കണ്ടാലും നമ്മൾ ഉടനെ അവിടുന്ന് ഓടി അകലാൻ നോക്കും, അല്ലെ അതിനെ തല്ലിക്കൊല്ലാനായിട്ട് നോക്കും. എന്ന് പറഞ്ഞ പോലെ ഈ പ്രലോഭനം വരുമ്പോൾ നമ്മൾ ഓടി അകലണം. അതിനെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കണം, അതിനെ കീഴ്പ്പെടുകയല്ല ചെയ്യേണ്ടത്. സുഭാഷിതങ്ങൾ 6-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, വ്യഭിചാരം ചെയ്യുന്നവന് സുബോധമില്ല. സുബോധമില്ല. സുബോധമുള്ള ഒരു വ്യക്തി വ്യഭിചാരത്തിന് നിന്നുകൊടുക്കില്ല എന്നുള്ളത് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇനി വ്യഭിചാരം പല രീതിയിൽ സംഭവിക്കാം. നമ്മുടെ നോട്ടത്തിൽ വ്യഭിചാരം വരാം. അതുകൊണ്ടാണ് കർത്താവ് തന്നെ പഠിപ്പിച്ചത്, മത്തായി 5:27 മുതൽ വായിച്ചാൽ മതി, ആസക്തിയോടെ ഒരാളെ നോക്കുമ്പോൾ അവരുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ മനസ്സ് മലിനമാകാം. മലിനമാണെങ്കിൽ പിന്നെ ഈ ജഡിക ചിന്തകൾ, വ്യഭിചാര ചിന്തകളായിരിക്കാം നിരന്തരം നമ്മുടെ മനസ്സിലേക്ക് വരിക. ഉപകാരമുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തൊന്നും വരത്തില്ല. ഇപ്പൊ അറിവുണ്ട്, മനസ്സ് കളങ്കപ്പെടാതെ മനസ്സിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ശരീരത്തെ നമ്മൾ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാനായിട്ട് കടപ്പെട്ടിരിക്കുന്നവരാണെന്ന് ഇന്നത്തെ സുവിശേഷ ഭാഗം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാം വായനയിൽ അതിലേറെ പ്രാധാന്യം കൽപ്പിച്ച് പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരം മുഴുവനും നമ്മൾ ദൈവത്തിന്റെ ആലയമായി കണ്ടുകൊണ്ട് ഈ ശരീരത്തെ പ്രകാശത്തിൽ കാത്തു സൂക്ഷിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരാണ്. ലൂക്കാ 11:36 വായിച്ചു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, ശരീരം മുഴുവൻ പ്രകാശത്തിലായിരിക്കണം. ഈ ശരീരത്തെയോ മനസ്സിനെയോ നമ്മുടെ ആത്മാവിനെയോ നമ്മൾ ഈ അശുദ്ധിക്ക് വിട്ടുകൊടുക്കരുത് എന്നുള്ള ആ ഒരു നിർദ്ദേശം കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നതാണ്. ഇത് പാലിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള സമാധാനം ഉണ്ടാകും, ആത്മീയാനന്ദം ഉണ്ടാകും, നമ്മൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറുകയും ചെയ്യും. ആ ഒരു ബോധ്യത്തോടെ ഇനിയുള്ള കാലം ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഈ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.